ഇല്ലിനോയി സെനറ്റിലേക്ക് ബരാക് ഒബാമ മത്സരിക്കുന്ന സമയത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. താഴ്ന്ന വരുമാനക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ബരാക് ഒബാമ പ്രചാരണത്തിലായിരുന്നു. ഒരു വീടിൻ്റെ വാതിൽ പ്രചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മുട്ടി. ഒരു സ്ത്രീ വാതിൽ തുറന്ന് പുറത്തു വന്നു. പെട്ടെന്ന് ഒബാമയെ കണ്ടതും അവർ കയർത്തു. എന്ത് എന്നുള്ള രീതിയിൽ നമ്മുടെ മലയാളികളൊക്കെ പറയുന്നത്. കാരണം അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. തട്ടിയും മുട്ടിയും അങ്ങനെ മുന്നോട്ട് പോയ വല്ലാത്ത അലച്ചിൽ, ജീവിതം മുഴുവൻ നൊമ്പരത്തിൽ മൂക്കുത്തി വീണിരിക്കുന്ന ഒരു സമയത്താണ് പാവം ബരാക് ഒബാമ വാതിലിൽ പോയി മുട്ടിയത്. ആവശ്യത്തിന് ഭക്ഷണമില്ല, പലപ്പോഴും പട്ടിണിയാണ്, ബില്ലുകൾ അടയ്ക്കാൻ പണമില്ല. പിന്നെ എന്തിനാ നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യുന്നത് എന്നായിരുന്നു ഈ സ്ത്രീയുടെ ചോദ്യം. സാധാരണഗതിയിൽ അത്തരം സന്ദർഭങ്ങളിൽ സ്ഥാനാർത്ഥികൾ എന്താ ചെയ്യുക? വേടെ അടുത്ത വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് സ്ഥലം വിട്ട് കളയുകയാണ് ചെയ്യുക. എന്നാൽ ഒബാമ അത് ചെയ്തില്ല. അദ്ദേഹം ആ സ്ത്രീയുടെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ ഇരുന്ന് കേട്ടു. അവരുടെ അവസ്ഥയിൽ ഒബാമ വല്ലാതെ സഹതപിച്ചു. ഇങ്ങനെയൊക്കെയാണോ ജീവിതം എന്നൊക്കെ ചോദിച്ചിടയ്ക്ക് സംശയങ്ങളൊക്കെ നിവൃത്തി വരുത്തി. അദ്ദേഹം അങ്ങനെ അവരെ എങ്ങനെയെല്ലാം താൻ അധികാരത്തിൽ വന്നാൽ സഹായിക്കാൻ കഴിയും എന്ന് വിശദീകരിച്ചു കൊടുത്തു. ആ സ്ത്രീ സംതൃപ്തിയായി. കാരണം ഇദ്ദേഹം അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ തൻ്റെ പോലെയുള്ള ആളുകളുടെ ജീവിതത്തിൻ്റെ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ് എന്നവർക്ക് തോന്നി. അവരാകെ സംപ്രീതയായി എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ത്രീ ഒബാമയ്ക്ക് വോട്ട് ചെയ്തു. അതുമാത്രമല്ല, ഒബാമയുടെ പ്രചാരകയായി അവർ മാറുകയും ചെയ്തു. നല്ല നേതാക്കൾ അങ്ങനെയാണ്. അവർക്ക് നല്ല ക്ഷമയുണ്ടാകും. അവർ ജനങ്ങളെ കേൾക്കും. അവരുടെ പ്രശ്നങ്ങൾ വളരെ സിമ്പതിയോടെ, സഹാനുഭൂതിയോടെ അവർ കേൾക്കും, കാണും, പരിഗണിക്കും. എന്നിട്ട് അവയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുമോ അധികാരത്തിലെത്തിയാൽ ആത്മാർത്ഥമായി ശ്രമം നടത്തുകയും ചെയ്യും. ഇപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നേതാക്കന്മാർക്ക് ജനങ്ങളുമായിട്ടുള്ള ആ വളരെ ദൃഢമായി ഉണ്ടായിരുന്ന ബന്ധം അതിൻ്റെ കണ്ണികൾ അറ്റുപോവുകയാണ്. പലപ്പോഴും ഈ നേതാക്കന്മാർ ആളുകളെ പേര് വിളിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊട്ടാരക്കരയിലൊക്കെ ആർ ബാലകൃഷ്ണനുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുമ്പം ഗംഗാരമ്പിളെ നിങ്ങളെ കണ്ടു കുറച്ച് കാലമായല്ലോ എന്ന് പേരിട്ട് വിളിക്കുന്നതൊക്കെ ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. ഇത്രയധികം നേതാക്കന്മാരുടെ പേരുകൾ തൻ്റെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നേതാക്കന്മാരിൽ പല ആളുകൾക്കും ഈ ശീതീകരിച്ച മുറിയിലിരുന്ന് പ്രചാരണം നടത്തുന്നതും ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നതും അതുപോലെ ടെലിവിഷൻ ചാനലുകൾക്ക് അഭിമുഖം നൽകുന്നതും മാത്രമായി അവിടെ പൊതുപ്രവർത്തനം മാറുന്നുണ്ടോ എന്ന് നമ്മൾ ന്യായമായും സംശയിക്കണം. ജനങ്ങളെ കേൾക്കാത്തവർ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ വീഴും എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളെ കേൾക്കണം, കാണണം, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങണം, അത് പരിഹരിക്കാൻ കഴിയണം. അധികാരമൊഴിഞ്ഞ് 8 കൊല്ലങ്ങൾക്ക് ശേഷവും ബരാക് ഒബാമ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ജനങ്ങളെ കേൾക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഒബാമ അങ്ങനെ ഒരാളായിരുന്നു. ഒബാമയുടെ മോഡലായിരിക്കണം നമ്മുടെ പൊതുപ്രവർത്തകർ. തൻ്റെ കീശ വീർപ്പിക്കാനും തൻ്റെ കൂടെയുള്ള ആളുകളെ നല്ല സ്ഥലത്ത് എത്തിക്കുവാനും തൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താനും മാത്രമല്ല, അതാകുകയും ചെയ്യരുത് പൊതുപ്രവർത്തകർ.